അല്ലെങ്കിൽ ഗെയിം അഡിക്ഷൻ, മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കുകളൊക്കെയാണ് എനിക്ക് സംസാരിക്കേണ്ടത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം കൂടി എത്രമാത്രം കവർ ചെയ്യാനാകും എന്നുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഞാൻ നീങ്ങുന്നത്. ഏതായാലും ഞാനൊരു എന്റെ സ്ക്രീനും കൂടി ഷെയർ ചെയ്തിട്ട് ആരംഭിക്കാന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ. കാണാമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സർ ഷെയർ കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുത്തല്ലോ. ഓക്കെ അല്ലേ? കാണാലോ അല്ലേ? നമുക്ക് എത്തിയിട്ടില്ല. സ്ക്രീന് ടാബിലാണോ സർ തുറന്നിരിക്കുന്നത്? ടാബാണോ? പറ്റിയോ? ഇപ്പൊ കാണുന്നില്ല? ഇല്ല, എത്തിയിട്ടില്ല, വന്നില്ല. വിൻഡോ ആണ് ഞാൻ ഷെയർ ചെയ്തത്. വിൻഡോ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അത് ടാബ് സബ് ചിലപ്പോൾ കൊടുത്താലേ കിട്ടാൻ സാധ്യതയുള്ളൂ. One second. ഹലോ സാർ കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മുടെ ആള് ഗ്രോത്ത് കൂടിയിട്ട് 100ഓളം ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പ്രസന്റ് ചെയ്യാൻ. ടെക്നിക്കൽ ടീംസ് നമ്മുടെ കൂടെ ഉണ്ട്. നോ ഇഷ്യൂ. ഞാൻ അല്ലാതെ ഷെയർ ചെയ്തോളാം. ശരി. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാനൊരാളെ പരിചയപ്പെടുത്താം. സോഷ്യൽ മീഡിയയിൽ പിന്നെ സോഷ്യൽ മീഡിയ എങ്ങനെ വ്യാപകമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് തെളിയിച്ച ഒരാളുടെ പേര് മിക്കായൽ ലിറ്റിൻ എന്നാണ്. മിക്കായൽ ലിറ്റിൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അയാൾ റഷ്യൻ യൂട്യൂബർ ആണ്. നമ്മളെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. മിക്കായൽ ലിറ്റിൻ എന്ന് പറയുന്ന റഷ്യൻ യൂട്യൂബർ നമ്മൾ യൂട്യൂബിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ മെർസിഡസ് ബെൻസ് ബേൺസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മിക്കായൽ ലിറ്റിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ബെൻസ് കാറ് കത്തിക്കുന്ന ഒരു വീഡിയോ കാണാം. 2.4 crore ഇന്ത്യൻ റുപ്പീസ് വിലയുള്ള ഒരു കാറ് ഈ മനുഷ്യൻ പുതിയായിട്ട് ഒരു AMG GT 63 എന്ന് പറയുന്ന ബെൻസ് കാറ് വാങ്ങിയിട്ട് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. കാറ് സ്റ്റെക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഒരു 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോ 5ാമത്തെ പ്രാവശ്യവും കേട് വന്ന സമയത്ത് ഇദ്ദേഹം അതിന് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കാറ് എനിക്ക് വേണമെന്നില്ല, ഇങ്ങനെയാണെങ്കിൽ കാറിന്റെ ആവശ്യം എനിക്കില്ല. ആ സമയത്ത് അവര് 10-24 ദിവസം എടുത്തിട്ട് സർവീസ് ചെയ്തിട്ട് ഈ സാധനം തിരിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടായി. വീണ്ടും പിന്നെ കാർ കേടുവരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഓക്കെ, അപ്പോ ഇയാൾക്ക് ആകെ കൂടി ഒരു വലിയ പ്രശ്നമായി. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയോ കാറൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ട് അടുത്ത പെട്രോൾ പമ്പിൽ പോയി 5 ക്യാന് നിറയെ പെട്രോൾ വാങ്ങി. എന്നിട്ട് ഒരു മൈതാനത്ത് കൊണ്ടുവന്നിട്ട് 3 ക്യാന് പെട്രോൾ കാറിന്റെ ഉള്ളിലും 2 ക്യാന് പുറത്തു വെച്ചിട്ട് ഒരു ലൈൻ ഉണ്ടാക്കിയിട്ട് ചിക്കൻ നെഗറ്റ്സ് ഇങ്ങനെ ചുട്ടു നിന്നുമ്പോൾ ബാക്കോട്ട് എറിഞ്ഞ് കത്തിക്കാൻ ഒരു ശ്രമം നടത്തി കത്തിച്ചു. സംഭവം ഡയറക്റ്റ് അങ്ങനെ കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അയാൾ അത് കത്തിച്ചു. ഇതാണ് വീഡിയോ. ഇതൊരു വേൾഡ് വൈഡ് വൈറൽ വീഡിയോ ആണ്.
അപ്പോ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ മിക്കായൽ ലിറ്റിൻ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? 2.4 കോടി രൂപയുടെ കാണാൻ നല്ല സുന്ദരമായ ഒരു കാറ് കത്തിക്കുന്ന ഈ മനുഷ്യൻ എന്താണ് ഈ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ അത് ശരിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഒരു ന്യൂ ജനറേഷൻ പ്രതിഷേധമായിരുന്നു ശരിക്ക്. ആ ന്യൂ ജനറേഷൻ പ്രതിഷേധത്തിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇദ്ദേഹം ഈ കാറിൽ കത്തിക്കാൻ വേണ്ടി പെട്രോൾ വാങ്ങി വരുന്ന വഴിക്ക് 7ഓളം പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും വിവിധ ആംഗിളുകളിൽ നിന്നാണ് ആ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇയാൾ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുമായി ട്രാൻസ്മിറ്റ് ചെയ്തു. 5ഓളം ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു വേൾഡ് വൈഡ് വൈറൽ വീഡിയോ ആയിട്ട് മാറി. ഇതിന്റെ എൻഡ് റിസൾട്ട് വളരെ രസകരമാണ്. ഇതിന്റെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. 2.4 കോടി രൂപയുടെ കാറ് കത്തിച്ചിട്ട് ഇദ്ദേഹം നേടിയ പിന്നെ വരുമാനം എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? കുറെ അഭിപ്രായങ്ങൾ കാണാം. മിനിമം എടുക്കാം, ഏറ്റവും ചെറുത് 5 കോടി എന്നാണ്. 5 കോടി എന്നാണ്. 2.4 കോടി രൂപയുടെ കാറ് കത്തിച്ച് 5 കോടി രൂപയുടെ പിന്നെ 5 കോടി രൂപ നേടിയ ഒരു സംവിധാനത്തിന്റെ പേരാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതങ്ങത്ര ചെറിയ മീഡിയം അല്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഞാൻ എപ്പോഴും രക്ഷിതാക്കളോട് പറയാറുണ്ട്, ഇനി ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടിലെ കാറ് കാണുന്നില്ല എന്ന് കണ്ടാൽ അപ്പുറത്തെ സ്ഥലത്ത് പോയി നോക്കിയാൽ മതി, ചിലപ്പോൾ കത്തി കിടക്കുന്നുണ്ടാവണം. ഏതായാലും പക്ഷെ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, ഒന്ന്, ഇതൊരു വേൾഡ് വൈഡ് വൈറൽ വീഡിയോ ആവുമെന്ന് ഉറപ്പ് വേണം. രണ്ടാമത്തത് പിന്നെ കാറിനേക്കാൾ കൂടുതൽ പൈസ കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിലേ ഇത് ചെയ്യാവുള്ളൂ എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ രസകരമായിട്ട് പറയാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, സോഷ്യൽ മീഡിയ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, ഒരു സംശയവും അതില്. ഈ അടുത്ത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരാള് ജയിലിൽ അകപ്പെട്ട ഒരു കേസൊക്കെ ബന്ധപ്പെട്ട് 32 കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ 36 കോടിയിലധികം രൂപ മലയാളക്കരയിലും പുറത്തൊക്കെയുള്ള ആളുകൾ എത്തിച്ചു കൊടുത്തത് ഈ സോഷ്യൽ മീഡിയയുടെ കപ്പാസിറ്റിയിൽ തന്നെയാണ്, ഒരു സംശയമില്ല അതില്. അപ്പൊ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പിന്നെ അക്കൗണ്ട് എടുക്കുന്നവരുണ്ട്, വേറെ ആളുകളുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നിയന്ത്രിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിലൊന്ന്, പഠനങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയയിലെ ഫേക്ക് അക്കൗണ്ടുകളുടെ അളവ് പറയുന്നുണ്ട്. 22.3% അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകളാണ് എന്ന് വരെ പറഞ്ഞ പഠനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, 22.3% ഫേക്ക് അക്കൗണ്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയുന്ന, പിന്നെ ഒറിജിനൽ പേര് ഉപയോഗിക്കാത്ത, വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുള്ള ആളുകളുള്ള ഇടമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? ഞാനൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പിന്നെ അവിടുത്തെ ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, പഠിച്ചോനെ അങ്ങോട്ടാണോ? അങ്ങോട്ടാണെങ്കിൽ ശ്രദ്ധിക്കണം, അവിടെ 22.3% കള്ളന്മാരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പേഴ്സ് ഞാൻ കൊണ്ടുപോയില്ല, മൊബൈൽ ഫോൺ ഞാൻ കൊണ്ടുപോയില്ല. കാരണം എന്താന്ന് വെച്ചാൽ 22.3 എന്ന് പറയുന്നത് അത്ര ചെറിയ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കും. എന്റെ ചോദ്യം രക്ഷിതാക്കളായ നിങ്ങളോടാണ്. നമ്മളെ കുട്ടികളൊക്കെ ഇതിൽ വിരാജിക്കുന്ന ആളുകളാണ്, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കളും നമ്മളും അടക്കം. എന്ത് പ്രിക്കോഷനാണ് ഈ 22.3% ഫേക്ക് പ്രൊഫൈലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എടുക്കാറ് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത് ഒരു പത്രവാർത്തയുണ്ട്. തലശ്ശേരിയിലെങ്ങാനുള്ള ഒരു വീട്ടമ്മ ഒരാളുമായിട്ട് ഓൺലൈൻ ചാറ്റിങ്ങിലായി. ചാറ്റ് ചെയ്തത് ഭയങ്കര ഓൺലൈൻ പ്രണയമായിട്ട് മാറി. ഒരിക്കൽ ഈ വീട്ടമ്മ ഇയാളോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരട്ടെ? ആ ചാറ്റിങ്ങിന്റെ ഒക്കെ ഒരു മനോഹാരിത കണ്ട് ചോദിച്ചതായിരിക്കണം. അപ്പൊ അപ്പുറത്തുള്ള ആള് പറഞ്ഞു, അതിനെന്താണ്, ധൈര്യമായിട്ട് ഇറങ്ങി വന്നോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അയാൾ അഡ്രസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ഈ വീട്ടമ്മ അതിബുദ്ധിമതിയായിരുന്നു. വീട്ടമ്മ ഈ നമ്പറൊക്കെ എടുത്തിട്ട് അഡ്രസ് ട്രേസ് ചെയ്ത് എടുത്തു, അന്വേഷിച്ചു, പോകാൻ പറ്റിയ ആളാണ് എന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് ഒരു ദിവസം രാത്രിയിൽ വീണ്ടും ചോദിച്ചു, ഇതാ ഞാൻ വരികയാണേ, നാളെ ഞാൻ വരും. അപ്പൊ മറ്റേ ആൾ പറഞ്ഞു, എത്ര ദിവസമായി വരാൻ പറയുന്നു, വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് രാവിലെ ഭർത്താവിനെയും മോളെയൊക്കെ സ്വന്തം വീട്ടിൽ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഈ വീട്ടമ്മ വേഗം തൂക്കിയിട്ട് പുറത്തിറങ്ങി ഇയാളെ കാണാൻ. പിറ്റേന്ന് രാവിലെ ഒരാൾ വീട് തുറന്ന് നോക്കുമ്പോ പുറത്ത് മറ്റേ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ചേച്ചിയെ പോലെ ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് ഒരാൾ ഡോറ് തുറന്നപ്പോ കാണുന്ന കാഴ്ച ഇതാണ്. അപ്പൊ പറഞ്ഞു, ആരാ? അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനോ, എനിക്ക് ഫോൺ തന്നെ മര്യാദക്ക് ചെയ്യാൻ അറിയില്ല, പിന്നെ എങ്ങനെയാണ്
ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുക. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ രാത്രി ആയാൽ ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഇയാളുടെ +1 പഠിക്കുന്ന ഒരു മകനാണ്. അവന്റെ കയ്യിലാണ് ഫോൺ ഉണ്ടാവുക. ആ ഫോണിലേക്കാണ് ഈ വീട്ടമ്മ ചാറ്റൊക്കെ ചെയ്തത്. മകനാണ് ചാറ്റിംഗ് നടത്തിയത്. അവനോടാണ് ഈ വീട്ടമ്മ ചോദിച്ചത്, ഞാൻ ഇറങ്ങി വരട്ടെ, ഇവർക്ക് എന്താ ഇറങ്ങി വരുന്നതിന്. അവസാനം ഒരു പത്രവാർത്ത ഇങ്ങനെയായിരുന്നു, ആ ഒരു പിന്നെ സംഭവത്തിന്റെ പത്രവാർത്ത ഇങ്ങനെയായിരുന്നു: മൊബൈൽ പ്രണയം, വീട് വിട്ടിറങ്ങിയ വീട്ടമ്മ കാമുകനെ കണ്ട് ഞെട്ടി എന്നായിരുന്നു. വേറൊരു വാർത്ത: മൊബൈലിലൂടെ പ്രണയം, കാമുകനെ തേടി വീട് വിട്ടിറങ്ങിയ ഭർത്തൃമതി മീശ മുളക്കാത്ത പയ്യനെ കണ്ട് ഞെട്ടി എന്നായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു ലോകമാണിത് എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. 22.3% ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉള്ള ഒരു ഇടമാണിത് എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം കുട്ടികളോട്. ഒരു ബോധവൽക്കരണം എന്നുള്ള നിലക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ഹലോ ഹായ് കോണ്ടാക്ട് ആരംഭിക്കുമ്പോൾ 10 വട്ടം ആലോചിക്കണം എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ആ പത്രവാർത്ത സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. വേറൊരു പത്രവാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് വായിക്കാം. അത് പത്രവാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇൻസ്റ്റഗ്രാമായി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച ആനപ്പാപ്പാൻ അറസ്റ്റിൽ. ഇതാണ് പത്രവാർത്ത. ഞാൻ ചോദിക്കുന്നത്, ആനപ്പാപ്പാൻ അത്ര മോശം ജോലിയല്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായ ജീവിയെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്, അതിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ എന്റെ ചോദ്യം, ഈ ഒരു പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ ഇടയിൽ ഒരുപാട് ചാറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവില്ലേ, ഒരുപാട് വീഡിയോ കോൾ ഒക്കെ നടത്തിയിട്ടുണ്ടാവില്ലേ? ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ മനുഷ്യൻ എന്റെ ജോലി ആനപ്പാപ്പാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? നെവർ, പറയില്ല. മിക്കവാറും പറഞ്ഞത് ഞാൻ പൈലറ്റ് ആണ് എന്നായിരിക്കും. മിക്കവാറും അന്ന് വിമാനം കാണാൻ പോയതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു ഇടത്തിന്റെ പേരാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മക്കളെടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ, ഇത്തരം പത്രവാർത്തകൾ വരുമ്പോൾ നമ്മൾ ഇത് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ഇതിലൂടെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നടത്തേണ്ടതും ബോധം ഉണ്ടാക്കേണ്ടതുമുള്ള ഉത്തരവാദിത്വമാണ് രക്ഷിതാക്കൾക്ക് എന്നാണ്. ഞാനൊരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. സ്ക്രീൻഷോട്ടിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ, ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ, കോമൺ ആയിട്ട് എല്ലാവർക്കും വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിൽ പെൺകുട്ടികൾ വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആര് ജോയിൻ ചെയ്താലും ഒരു സെൽഫ് ഇൻട്രോ പോസ്റ്റ് ഇടണം. ഞാൻ ആരാണ്, ഞാൻ ഏതാണ്, ഞാൻ എന്റെ ജോലി എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടണം. എന്നാൽ മാത്രമേ ആ ഗ്രൂപ്പിലേക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോ ഒരു ഗ്രൂപ്പിൽ വളരെ രസകരമായ ഒരു സംഭവം നടന്നു. അവിടെ ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഞാൻ കണ്ണൂർ സ്വദേശിയാണ് എന്ന് പറഞ്ഞപ്പോ അതിന് താഴെ കമന്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട് കമന്റ് ഇട്ടു. ഒരു പ്രൊഫൈൽ നെയിമുള്ള, ഒരു പ്രൊഫൈൽ പിക്ചർ ഉള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആഹാ കണ്ണൂരാണോ, നമ്മളൊരു നാട്ടുകാരാണല്ലോ എന്ന് പറഞ്ഞു. വേറെ ഒരാൾ വന്നിട്ട്, ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ആലപ്പുഴക്കാരിയാണ് എന്ന് പറഞ്ഞപ്പോ ഇതേ പ്രൊഫൈൽ പേരുള്ള, ഇതേ പ്രൊഫൈൽ പിക്ചർ ഉള്ള ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ആഹാ ആലപ്പുഴയിലാണോ, നമ്മളൊരു നാട്ടുകാരാണല്ലോ. ഞാൻ 7ഓളം സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു. 7 പിക്ചറിലും 7 പെൺകുട്ടികള് 7 ജില്ലകൾ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ താഴെ വന്നിട്ട് പറഞ്ഞു, ആഹാ നമ്മളെ നാട്ടുകാരാണല്ലോ എന്ന് പറയുന്നു. നമ്മൾ ഇയാളെ കുറ്റപ്പെടുത്താനില്ല. ഒരുപക്ഷെ ഇയാൾക്ക് 14 ജില്ലയിലും വീടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം നരമ്പ് രോഗികളുള്ള ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളായ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ കുട്ടികളോട് നമ്മൾ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത, അങ്ങനെ 100% വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിന്റെ പേരാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് അടുത്തൊരു ടോപ്പിക്. മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളടക്കം മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 20 ചോദ്യമുണ്ട്. ഞാൻ ഈ ചോദ്യം വളരെ പെട്ടെന്നൊന്ന് വായിച്ചിട്ട് പോകും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ മക്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇതിനൊന്ന് ആൻസർ ചെയ്യണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, ഇതാണ് ഉത്തരം ഉണ്ടാവുക. ഇതിൽ യെസിന്റെ എണ്ണം മാത്രം നിങ്ങളൊന്ന് എണ്ണി എടുത്താൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യനെയറിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്:
ഉദ്ദേശിച്ചതിലും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഒന്ന്, ഉദ്ദേശിച്ചതിലും കൂടുതൽ സമയം ഓൺലൈനിൽ തുടരുന്നതായി തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരം യെസോ നോയോ ആവാം. യെസ് എന്നാണെങ്കിൽ കൈയുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് എണ്ണിയെടുത്തോളൂ. എത്ര യെസ് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. ലാസ്റ്റ് ഇതിന്റെ ആൻസർ ഞാൻ പറയാം. രണ്ടാമത്തെ ചോദ്യം, ഓൺലൈനിൽ കൂടുതൽ സമയം ചെലവഴിക്കാനായി വീട്ടുകാര്യങ്ങൾ അവഗണിക്കാറുണ്ടോ? അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യനർ ആണ്. ആ രീതിയിലൊന്നും ഇതിനെ പരിഗണിച്ചാൽ മതി. ഓൺലൈനിൽ കൂടുതൽ സമയം ചെലവഴിക്കാനായി വീട്ടുകാര്യങ്ങൾ അവഗണിക്കാറുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, സുഹൃത്തുക്കളുമായുള്ള സൗഹൃദത്തെക്കാൾ ഓൺലൈനിൽ ആയിരിക്കുന്നത് കൂടുതൽ ആവേശം കൊള്ളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദെൻ നാലാമത്തെ ചോദ്യം, യഥാർത്ഥ ജീവിതത്തെക്കാൾ ഓൺലൈനിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടോ? റിയൽ ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്നേക്കാൾ നല്ലത് ഓൺലൈനിൽ അമേരിക്കയിലും കാനഡയിലേക്കുള്ള ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അഞ്ചാമത്തത്, സ്മാർട്ട് ഫോണിൽ സമയം ചെലവഴിക്കാനായി സ്കൂൾ കാര്യങ്ങളോ ഹോംവർക്കുകളോ ഒഴിവാക്കാറുണ്ടോ? 6, ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നത് പഠനത്തെ ബാധിക്കുന്നുണ്ടോ? ദെൻ 7, ജീവിത പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കാനായി ഓൺലൈനിൽ ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ടോ? 8, ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ടോ? 9, ഓൺലൈൻ ആകുമ്പോൾ സാധിക്കാതെ എന്ന് പറഞ്ഞാൽ രാവിലെ നോക്കുമ്പോൾ നെറ്റ് ഇല്ല, വൈഫൈ ഇല്ല, ഭയങ്കര ബോറിങ് തോന്നുന്നുണ്ടോ, സന്തോഷമില്ലാത്തൊരവസ്ഥയുണ്ടോ എന്നാണ് ചോദ്യം. 10, ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാലോ പൊട്ടിത്തെറിക്കും ശല്യപ്പെടുത്തിയാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നുണ്ടോ? ദെൻ 11, സ്മാർട്ട് ഫോണിൽ ചെലവഴിക്കുന്നത് മൂലം ഉറങ്ങാൻ വൈകാറുണ്ടോ? 12, സ്മാർട്ട് ഫോണിൽ ചെലവഴിക്കുന്ന സമയം ചുരുക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ ശ്രമിക്കും, ഒന്ന് നിർത്തണം, ഒഴിവാക്കണം, കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇറ്റ് ഈസ് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടോ? 13, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഫോണിൽ കളിച്ച് വീട്ടിൽ ഇരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. 14, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നെറ്റ് ഇല്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല, ആകെ ബോറിങ്. പെട്ടെന്ന് നെറ്റ് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടോ? 13, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ എടുത്തു. ഇപ്പൊ എക്സാമ്പിൾ ഒരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്, ബുക്കിൽ എഴുതാൻ വേണ്ടി മൊബൈൽ ഫോൺ എടുത്തു, അതിലുള്ള ഫയൽ തുറന്നു, ഹെഡിങ് എഴുതി, അപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതിൽ കുത്തിയപ്പോ വേറെ എങ്ങോട്ടോ പോയി, റീൽസിലേക്ക് പോയി, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി. അതിൽ റീല് കണ്ട് അവസാനം ഇത് മറന്നുപോയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ടോ എന്നാണ് ചോദ്യം. ദെൻ 16, വീടിന് പുറത്തു പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണോ? 17, ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകുന്ന ശീലമുണ്ടോ? 18, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കയ്യിലെടുക്കുന്നത് ഫോണാണോ? ഫോണിന്റെ സ്ക്രീനിലേക്കാണോ നോക്കുന്നത്? 19, ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ അത് ഹെഡ്ഫോണിലോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലോ ഇട്ടിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ തിരയുകയാണോ എന്നാണ് ചോദ്യം. 20, മറ്റൊരാളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കാറുണ്ടോ? അപ്പുറത്തുള്ള ഒരാള് കല്യാണം വിളിക്കാൻ വന്ന ആളെ നമ്മൾ സോഫയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ട് അയാൾ ഇങ്ങനെ കല്യാണം പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഫോണിൽ നോക്കി ഇരിക്കുകയാണോ എന്നാണ് ചോദ്യം. ദീസ് ആർ ദ 20 ക്വസ്റ്റ്യൻസ്. 20 ചോദ്യങ്ങളുടെ ഉത്തരം യെസ് മാത്രം ഒന്ന് എണ്ണി നോക്കുക. അതിൽ 6 വരെയാണ് നിങ്ങളുടെ യെസ് എങ്കിൽ, 0 മുതൽ 6 വരെ യെസ് ഉള്ളൂ എങ്കിൽ തൽക്കാലം സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഇല്ല എന്നുള്ളതാണ് ആ ഒരു സ്കെയിലിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്, ക്വസ്റ്റ്യനറിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. 7 മുതൽ 10 വരെ ആണെങ്കിൽ ചെറുതായിട്ട് അഡിക്ഷൻ ഉണ്ട് എന്നാണ് അതിർത്ഥം. 11 മുതൽ 16 വരെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം, അഡിക്ഷൻ ഗുരുതരമാകുന്നുണ്ട് എന്നതിനൊരു അർത്ഥമുണ്ട്. 17 മുതൽ 20 വരെ കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ, ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ചോദ്യത്തിന് ഒരു ഭയങ്കര ടിപ്സ് ഒന്നും തരാൻ എന്റെ കയ്യിലില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഡിജിറ്റലി ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതിൽ വലിയ എക്സ്പേർട്ട് അല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികൾ ഇതിൽ എക്സ്പേർട്ടും ആണ്. നമുക്ക് വേണമെങ്കിൽ പേരന്റൽ സോഫ്റ്റ്വെയർ വെച്ച് കൺട്രോൾ ചെയ്യാം, അതിന്റെ പാസ്വേഡ് വെച്ചൊക്കെ ലോക്ക് ചെയ്യാം, ഡിജിറ്റൽ വെൽബീങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് കുട്ടികളെ നമ്മളെക്കാൾ എക്സ്പേർട്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ പ്രയോഗിച്ചാലും അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കുട്ടികൾക്ക് സാധിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. നമുക്ക് ഈ മൊബൈൽ ഫോണിന്റെ അളവ് കുറയ്ക്കാൻ, ഉപയോഗം കുറയ്ക്കാൻ നമ്മൾ റോൾ മോഡൽ ആവുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ എത്രത്തോളം മൊബൈൽ ഫോണിൽ നിന്ന് അഡിക്ഷൻ എന്ന് മാറി നിൽക്കുന്നു, മൊബൈൽ ഫോൺ നോക്കുന്നത് കുറയ്ക്കുന്നു എന്നുള്ളത് കുട്ടികൾക്ക് ഒരു മോഡലായിട്ട് മാറിയാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഗാഡ്ജറ്റ് ഫ്രീ സെഷൻ ഉണ്ടാക്കാം വീട്ടിൽ. ഇന്ന് രാവിലെ
മണി മുതൽ രാത്രി 7 മണി മുതൽ 9 മണി വരെ നമ്മൾ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, കുട്ടികൾ ഉപയോഗിക്കുന്നില്ല. ഒരു ഗാഡ്ഗറ്റ് ഫ്രീ സെഷൻ, ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗാഡ്ഗറ്റ് ഫ്രീ പ്ലേസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഡൈനിങ് ടേബിളിന്റെ ചുറ്റിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുട്ടികൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുകയും, എന്തുകൊണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ അല്ലാതെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ബോറടിച്ചിട്ടാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. ബോറടിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും. അപ്പം ബോറടി മാറ്റാൻ വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുട്ടികളുടെ ഏറ്റവും താല്പര്യമല്ല, ചില ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ ഉണ്ടാവുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടാവുമ്പോൾ നമുക്ക് സ്പീഡ് കൂടില്ലേ. ഇപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരാൾ ഓട്ടോയിൽ വന്നിറങ്ങി, അയാൾ ബാഗൊക്കെ തൂക്കി എടുക്കുന്നത് കണ്ടപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പിന്നെ ഇയാളെ കൊണ്ട് പറ്റാവുന്നതിലധികം ഭാരമുണ്ട്. ഇയാള് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഓട്ടോയിൽ നിന്ന് ഇറക്കിയതാണ്. അങ്ങനെ എങ്ങനെയോ ഇറക്കി ആ ട്രോളിക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്നു. ആരോടോ ഇയാൾ ചോദിച്ചു, ഇത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനാണോ? അതെ, ഇത് തിരുവനന്തപുരത്തേക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ ട്രെയിൻ വന്നു എന്ന് അറിഞ്ഞപ്പോ ഈ ബാഗൊക്കെ ഇയാൾ തൂക്കിയെടുത്തിട്ട് ട്രെയിനിലേക്ക് ഓടി കയറുന്ന ഒരു രംഗമുണ്ട്. നമുക്ക് നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലക്ഷ്യം മുന്നിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി തുടങ്ങും. ഇതേപോലെ നമ്മുടെ മക്കൾക്ക് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആ രീതിയിലേക്ക് ഒരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ വീട്ടിലൊരുക്കാൻ പറ്റിയാൽ, ഓരോരുത്തരുടെ വീട്ടിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും, അതനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരു പക്ഷേ കുട്ടികളുടെ ഉപയോഗം മൊബൈൽ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഇതേപോലെയുള്ള പിന്നെ കാര്യങ്ങൾ ഒന്ന് നോക്കുക. ചില സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഫ്രീ എന്ന് പറയുന്ന ഒരു ടൈം നമ്മൾ വീട്ടിൽ ഫിക്സ് ചെയ്യുക, മൊബൈൽ ഫോൺ ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു ഫോർനൂൺ സെഷനൊക്കെ മതി, ഫുൾ ഡേ ഒന്നും അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. അപ്പൊ കുറച്ച് സമയമെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ ഈ ഉപയോഗങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ സൈബർ ക്രൈമുകളെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടി വരുന്നു കേരളത്തിൽ. ആരാണ് പ്രതികൾ എന്ന് ചോദിച്ചാൽ കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. സൈബർ ക്രിമിനൽസ് ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഇതൊരു വലിയ ടേമാണ്. ശരിക്ക് നമ്മൾ സൈബർ ക്രിമിനൽസ് ആണോ, നമ്മുടെ മക്കൾ സൈബർ ക്രിമിനൽസ് ആണോ എന്നൊരു ചോദ്യത്തിന് നമ്മളാരും അങ്ങനെ ക്രിമിനൽസ് അല്ലല്ലോ എന്നാണ് ഉത്തരമെങ്കിൽ അത് തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൊരു പ്രത്യേകത, മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ ക്രൈം എന്നൊക്കെ പറയുക. നമ്മളൊരാൾക്ക് മാന്യമല്ലാത്ത ഭാഷയിൽ മെസ്സേജ് അയക്കൽ സൈബർ കുറ്റകൃത്യമാണ്. ഒരാളെ തമാശക്കാണെങ്കിലും അയാൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ മെസ്സേജ് അയച്ചാൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ ഫൈനും കിട്ടുമെന്ന് IT ആക്ട് പറയുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾ കാണുന്ന ചില കേസുകളാണ്. ഈ സൈബർ ക്രൈമിന്റെ ഒരു പ്രത്യേകത, ഒരു കാര്യം ചെയ്താൽ അത് നമുക്ക് ഒളിപ്പിക്കാനാവില്ല, മായ്ക്കാനാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് കോടതിയിലൊക്കെ ഒന്ന് ചലഞ്ച് ചെയ്ത് സാക്ഷികളെയൊക്കെ മൊയ്മാറ്റൊക്കെ നടത്തിച്ചാൽ, അങ്ങനെ നമ്മൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്തെങ്കിലും സാക്ഷികളൊക്കെ പൈസയൊക്കെ കൊടുത്തിട്ട് മൊയ്മാറ്റൊക്കെ നടത്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ സൈബർ ക്രൈം ചെയ്താൽ, ഒരു മെസ്സേജ് അയച്ചാൽ ആര് മെസ്സേജ് അയച്ചു, എപ്പോ, എന്ത് എന്നൊന്നും ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് റെക്കോർഡഡ് അല്ലേ. ഇപ്പൊ ഒരു സ്കൂളിൽ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു സ്കൂളിൽ +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി. പെൺകുട്ടിയെ കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ചെറുതായിട്ടൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടൂല എന്ന് തോന്നിയപ്പോൾ പോലീസിൽ അറിയിച്ചു. പോലീസ് ഇത് അന്വേഷിച്ചു. എന്നിട്ട് ആ സ്കൂളിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഇവനെ മാത്രം എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആ കേസിൽ ചെറുതായിട്ട് അത് അന്വേഷിച്ച ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ പറയാം. കൃത്യം പെൺകുട്ടി മിസ്സാവുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ 2:33 ഈ ആൺകുട്ടി ഈ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാത്രി 2:33 എന്ന് പറയുമ്പോൾ ഈ അടച്ചിട്ട വീടിന്റെ കുറ്റിയിട്ട റൂമിന്റെ പുതപ്പിനുള്ളിൽ നിന്നായിരിക്കും ഈ ആൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. സ്വാഭാവികം അത് ഞാൻ ആഡ് ചെയ്തതാണ്, 2:33 സമയം എന്നുള്ളത് കൊണ്ട്. ആൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാവുക ഇതാരും കാണില്ല എന്നല്ലേ. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അയാളെ വിളിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ എല്ലാം പടച്ചോൻ കാണുന്നുണ്ട്, കൂടെ ചില സംവിധാനങ്ങളും കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. ഒരിക്കലും ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ഡിവൈസ് ആണ് ഇത് ആരൊക്കെയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ ഗ്യാലറിയിലൊക്കെ ഫോട്ടോസ് ഒക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും, സോഷ്യൽ മീഡിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നില്ലേ നിങ്ങളുടെ കോണ്ടാക്ട്സ് ഞങ്ങൾ എടുക്കട്ടെ എന്ന് ചോദ്യമല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? യെസ്, അലോ, ആക്സെപ്റ്റ്, എടുത്തോളൂ എന്നല്ലേ നമ്മൾ പറയുന്നത്. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ പിന്നെ പെങ്ങളുടെയും അനിയന്റെയും അനിയത്തിയുടെയും മാമന്റെയും മാമന്റെയും ഒക്കെ ഫോൺ നമ്പർ അല്ലേ? ഇതെന്തിനാ ഈ കമ്പനിക്ക് നിങ്ങൾ കൊടുത്തത്? യെസ് അലോ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്തോളാൻ പറഞ്ഞതല്ലേ? ഗാലറി ആക്സസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എടുത്തോളൂ. ഗാലറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഫോട്ടോ സൂക്ഷിക്കുന്ന ഇടമല്ലേ? അതല്ലേ എടുത്തോളാൻ പറഞ്ഞത്? അതേപോലെ നിങ്ങളുടെ വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യട്ടെ, ആക്സസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അലോ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ രഹസ്യമായിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം വീഡിയോ കോൾസ് ഒക്കെ മാത്രം പ്രദർശിപ്പിക്കുന്ന വെബ്സൈറ്റുകളും വിൽപ്പനയ്ക്ക് വെക്കുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ കാമുകി കാമുകന്മാരും വിദേശത്തൊക്കെയുള്ള ഭാര്യ ഭർത്താക്കന്മാരൊക്കെയുള്ള വീഡിയോ കോളുകളുടെ ഒരു സമയം കഴിഞ്ഞാൽ ഇതിന്റെ റേഞ്ച് ഒക്കെ ഒന്ന് മാറും. അത് റെക്കോർഡ് ചെയ്തിട്ട് വിൽപ്പനയ്ക്ക് എത്തുന്ന വെബ്സൈറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പിന്നെ എന്താ പറയാ, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. കുട്ടികളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ചും കുട്ടികളെ മൊത്തത്തിലും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ, ഒരിക്കലും 2 ആൺകുട്ടികൾ എന്റെ വീട്ടിൽ എന്നെ തേടി വന്നു. എന്നിട്ട് ബെല്ലടിച്ചു. രാത്രി 10:30 സമയം. ഞാൻ കിടക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ 2 ആൺകുട്ടികൾ വന്നിട്ട് ബെല്ലടിക്കുന്നു. ബെല്ലടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സർ ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? അത് പറ്റില്ല, പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞു. എനിക്കാണ് വലിയ പരിചയവും ഇല്ല. പക്ഷെ ഇവരുടെ മുഖത്തൊരു ടെൻഷൻ കണ്ടപ്പോ എനിക്കൊരു ആശങ്ക ഉണ്ടായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ചുരുക്കി പറയാം, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നമ്മൾ ചുരുക്കി പറയുന്നു. പിന്നെ എന്താണ് ഇവർ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ പറഞ്ഞു തീർത്ത ഇതാണ്: സാറേ, ഒരു ഫോട്ടോ അബദ്ധത്തിൽ ഷെയർ ചെയ്തു പോയി. എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് വല്യുപ്പയ്ക്കുള്ള ഗ്രൂപ്പിലേക്കാണ് എന്നാ പറഞ്ഞത്. വല്യുപ്പയ്ക്കുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഫാമിലി ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ. ഫാമിലി ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു ഫോട്ടോ പോയത്. വല്യുപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടാവും, മാമന്മാരുണ്ടാവും, എല്ലാ ഉഗ്രജീവികളുള്ള ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ അത്. ആ ഗ്രൂപ്പിലേക്ക് പോയ ബേജാറിലാണ് എൻ്റെ അടുത്ത് ഓടിയെത്തിയത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് അബദ്ധത്തിൽ ഷെയർ ചെയ്തു പോയത്. ഫോട്ടോക്ക് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ആ ഫോട്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കാണാൻ വേണ്ടി മാത്രം കൊടുത്തൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോയുടെ ഏകദേശം രൂപങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫോട്ടോയാണ് പിന്നെ അങ്ങ് ഷെയർ ചെയ്തു പോയത്. വല്യുപ്പയ്ക്കുള്ള ഗ്രൂപ്പ് അല്ലേ? പക്ഷെ അങ്ങനെയുള്ള ഫോട്ടോ എന്ന് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു അനാവശ്യമായി അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചു പോയാൽ നമ്മൾ എന്താ ചെയ്യാറ്? ഡിലീറ്റ് ഫോർ എവരി വൺ, ഡിലീറ്റ് ഫോർ ഓൾ, ഇതൊക്കെയല്ലേ ചെയ്യാറ്? അപ്പൊ നമ്മൾ ഇതിപ്പോ പോയത് വല്യുപ്പയുള്ള ഗ്രൂപ്പ് അല്ലേ? വല്യുപ്പ രാത്രി 10:30 ആയില്ലേ? മൂപ്പര് കിടന്നിട്ടുണ്ടാവില്ലേ? ഇനി കിടന്നിട്ടില്ലെങ്കിൽ തന്നെ കണ്ണടക്ക് വെച്ച് വരുമ്പോഴേക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ചാൽ ഇത് ക്ലിയർ ആവില്ലേ? ഗാലറി നടക്കം ഇത് ഡിലീറ്റ് ആവില്ലേ? പക്ഷേ ഗാലറി നടക്കം ഡിലീറ്റ് ആവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാ ഫോണിന്റെ എല്ലാ വേർഷനിലൊന്നും ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആവില്ല എന്നുള്ള ഒരു സത്യത്തിന്റെ ഇടയിലൂടെ ഓർമ്മപ്പെടുത്താണ്. ഏതായാലും അങ്ങനെ ഡിലീറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ പോരെ. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, പോയ ഫോട്ടോ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ ആയതുകൊണ്ടും പോയത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആയതുകൊണ്ടും ഈ ടെൻഷനും ബേജാറും വെപ്രാളൊക്കെ ഒരുമിച്ച് വന്നപ്പോ ഡിലീറ്റ് ഫോർ എവരി വണ്ണിന് പകരം എന്തടിച്ചു പോയി? ക്ലിയർ ചാറ്റ് അടിച്ചു പോയി. സംഭവം കയ്യിൽ നിന്ന് പോയി. ആരോ പറഞ്ഞിട്ട് അറിഞ്ഞത്രേ. ഇങ്ങനെ ഷാഹിദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഒക്കെ ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ തേടി വന്നതാ. എനിക്കാണെങ്കിൽ ഇത് പറയാൻ അറിയാമെന്നല്ലാതെ ഇതിന് ടെക്നിക്കലി വലിയ ഐഡിയ ഒന്നും ഇല്ല. അവസാനം ഇവരുടെ ടെൻഷൻ കണ്ടിട്ട് നമ്മളിങ്ങനെ പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഹൗ ടു റിക്കവർ ദ ഡിലീറ്റഡ് ഫയൽ. ഒരു ചെറിയൊരു ഓപ്ഷനിലൂടെ നമുക്ക് അത് പരിഹരിക്കാനൊക്കെ പറ്റി. പക്ഷെ അതെങ്ങനെ പരിഹരിച്ചു എന്നതിന്റെ അപ്പുറത്ത് രക്ഷിതാക്കൾ കുട്ടികളോട് നിരന്തരമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം: എന്ത് ധൈര്യത്തിലാണ് കുട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കാരണവശാലും നമ്മളെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ ഷെയർ ചെയ്യപ്പെടേണ്ട ഇടമല്ല സോഷ്യൽ മീഡിയ എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. 1 lakh per second എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 1 ലക്ഷമാണ് അത്ര സോഷ്യൽ മീഡിയയുടെ സ്പീഡും സ്പ്രെഡിങ്ങിന്റെ റേറ്റ്. പോയത് തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്ത്, ഒരു കൗൺസിലർക്ക് ഒരു ഫോൺ കോൾ വന്നു. സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ആ പെൺകുട്ടിയെ പോയി കണ്ടു. ആ പെൺകുട്ടിയോട് ഏതോ ഒരാൾ ഫോണിലൂടെ ഇവളുടെ തന്നെ അത്ര ഫുൾ ഡ്രസ് ഒന്നും ഇല്ലാത്ത ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അടുത്ത ബുധനാഴ്ച ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം, ഞാൻ രാവിലെ കാറുമായിട്ട് വരും, അതിൽ കയറിയിട്ട് വൈകുന്നേരം തിരിച്ചെത്തിക്കും, വന്നിട്ടില്ലെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇന്റർനെറ്റ് വഴി സ്പ്രെഡ് ചെയ്യും എന്ന് പറഞ്ഞത്ര. ഇന്റർനെറ്റ് വഴി പബ്ലിഷ് ചെയ്യും, ഫ്രണ്ട്സിന്റെ അയച്ചെടുക്കുന്നു പറഞ്ഞ് ബേജാറായിട്ട് ഈ പെൺകുട്ടി ഒരു കൗൺസിലറെ വിളിച്ചതാണ്. അവസാനം അത് പോലീസ് കേസായി, സൈബർ കേസ് എല്ലാം അന്വേഷിച്ചിട്ട് അവസാനം ഒരു 4-5 ആളുകൾ അറസ്റ്റ് ചെയ്തു.
അപ്പോ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ പെൺകുട്ടിയെ ചോദിക്കുന്നതിന്റെ ഇടയിൽ ഈ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചത്രേ, ഇത് നിങ്ങളുടെ ഫോട്ടോ തന്നെയല്ലേ? അതെ. ഇങ്ങനെയുള്ള മര്യാദയ്ക്ക് ഡ്രസ് ഇല്ലാത്ത ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? അതെ. ആർക്കാണ് അയച്ചു കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ പെൺകുട്ടി പറഞ്ഞത്രേ, എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ, കല്യാണം കഴിക്കുന്ന ഉറപ്പുള്ള, എനിക്ക് 150% വിശ്വാസമുള്ള ഒരാൾക്കാണ് ഞാൻ ഇത് അയച്ചു കൊടുത്തത്. അയാൾ അത് ആർക്കും കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അയാളുടെ ഫോണിൽ നിന്ന് ആരോ ഹാക്ക് ചെയ്തെടുത്തതായിരിക്കും എന്ന് ആ പെൺകുട്ടി പറഞ്ഞത്രേ. അവസാനം 5 ആളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ 5-മത്തെ ആള്, സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. അയാൾ 1 മാസം 2 മാസം ലീവിന് വന്നതാ. അയാളാണ് ഈ ഫോട്ടോ അയച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. അയാൾക്ക് ഫോട്ടോ കൊടുത്തത് അയാളെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 4 ആളുകളെ കൂടി പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി. ഇതിൽ 1-മത്തെ ആളാരെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ പെൺകുട്ടി പറഞ്ഞ 150% വിശ്വാസമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 4-5 പെൺകുട്ടികളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ വേറെ ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് പെൺകുട്ടികളോട് പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ, ഒരു കാരണവശാലും എന്ത് തന്നെ സംഭവിച്ചാലും സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇത്തരം വീഡിയോസ് അയച്ചു കൊടുക്കാനേ പാടില്ല. ഈ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. സോറി, ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ ആ പെൺകുട്ടിയുമായിട്ട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ എങ്ങാനും പഠിക്കുമ്പോൾ ഒരാളുമായിട്ട് ഭയങ്കര ലവ് അഫെയറിലായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അയാൾ പിന്നെ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എനിക്ക് ഇടയ്ക്കൊക്കെ കാണാൻ ഒരു വീഡിയോ അയച്ചു തരുമോ എന്ന് ചോദിച്ചു. പെൺകുട്ടിക്ക് ഒരാശങ്ക ഉണ്ടായില്ല. മര്യാദക്ക് ഡ്രസ്സൊന്നും ഇല്ലാതെ, ഡ്രസ്സൊന്നും പിന്നെ ഉപയോഗിക്കാതെ, ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വീഡിയോ എടുത്ത് അങ്ങ് അയച്ചു കൊടുത്തു. പിന്നെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കുറെ കഴിഞ്ഞ് 10ാം ക്ലാസ് റിസൾട്ട് ഒക്കെ വന്ന് +1 പഠിച്ച് അഡ്മിഷൻ ഒക്കെ സമയത്ത് പിന്നെ അക്ഷയ സെന്ററിൽ പോയപ്പോ പുതിയ ന്യൂ ജനറേഷൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇവനെ തേച്ചിട്ട് ഇവന്റെ കൂടെ പോയി പെൺകുട്ടി. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇയാൾ എന്ത് ചെയ്തെന്ന് അറിയോ? ആ പണ്ടത്തെ വീഡിയോ ടെലിഗ്രാം വഴി അങ്ങോട്ട് ലീക്കാക്കി. വളരെ ഭയാനകരമാണ് ആ അവസ്ഥ. നമ്മളുടെ ഒരു വീഡിയോ നമ്മളുടെ വീട്ടുകാരുടെയും നമ്മുടെയും അല്ലാത്ത നാട്ടുകാരുടെ മുഴുവൻ ഫോണിലും ആ വീഡിയോ ഉണ്ടാവുക. പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ച എന്താന്ന് വെച്ചാൽ, ആ പിന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആരോ ഒരാൾ പെൺകുട്ടിയോട് ഇങ്ങനെ സ്കൂൾ വിട്ടു പോകുമ്പോൾ ചോദിച്ചത്രേ, അല്ല പുതിയ വീഡിയോ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചതിന്റെ ഷോക്കിൽ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ നിമിഷത്തിന്റെ അശ്രദ്ധ കൊണ്ട് അയച്ചു കൊടുത്തു പോകുന്ന ഫോട്ടോസിന്റെയും വീഡിയോസിന്റെ ഒക്കെ പേരിലാണ് ഇത്തരം വിലപേശലുകളും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോട് പറയേണ്ടത്, ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ വഴി ഇത്തരം വീഡിയോസ് ഉപയോഗിക്കാനേ പാടില്ല, വീഡിയോസ് അയക്കാനേ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ അടുത്ത് ഞാനൊരു ഗേൾസ് ഓൺലി സ്കൂളിൽ പോയി, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യരുത്, ഫോട്ടോസ് ഒന്നും ഷെയർ ചെയ്യരുത്, ഫോട്ടോ ഗ്യാലറിയിൽ വെക്കുന്നത് വരെ അപകടകരമാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത്തരം പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, ഇത്തരം ഒരു ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഗ്യാലറിയിൽ വെക്കുന്നത് തന്നെ അപകടകരമാണ് എന്ന് ഞാൻ പറഞ്ഞ് തിരിച്ചറിയുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ എന്റെ ഫോണിൽ 3 ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ബാത്റൂമിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്, കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഷവറിന്റെ ചുവട്ടിൽ എടുത്ത ഫോട്ടോ. ഞാൻ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, അതെന്തിനാണ് അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, അത്തരം ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അത് വെറുതെ ഒരു തമാശക്ക്, ഒരു രസത്തിനാണ് ഞാൻ ആ ഫോട്ടോ എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തേക്കൂ, അത്തരം ഫോട്ടോസ് പിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാറേ അതെനിക്കറിയാം, 2 ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്ന്, ദ മോസ്റ്റ് ഡേഞ്ചറസ് വൺ, അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് വെക്കുക, അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, സാറേ അതല്ല പ്രശ്നം, ആ ഫോൺ ഇപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ആകെ ചെയ്യാനുണ്ടായിരുന്നത്, ആ ഫോൺ ഇനി വരില്ല, ആ ഫോൺ വെള്ളത്തിൽ വീട് നശിച്ചു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കെ മാത്രമാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ആ ഫോണെങ്കിലും ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് വെച്ചിട്ട് വിലപേശലൊക്കെ നടന്നാൽ ആ കുട്ടിയുടെ കരിയറിനെയും ആ കുട്ടിയുടെ ലക്ഷ്യത്തിനെയൊക്കെ അത് ബാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. അത് നമുക്ക് കുട്ടികളെ ബോധവൽക്കരിക്കല്ലാതെ നിവൃത്തിയില്ല. കാരണം നമ്മൾക്കടക്കം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇതിലൂടെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ ഒരു കൃത്യമായ ശ്രദ്ധയുണ്ടാവണം. ബോധവൽക്കരണം നടത്തുകയല്ലാതെ ഈ കാര്യത്തിലൊന്നും വേറെ നിവൃത്തിയില്ല. ഇത്തരം പത്രത്തിലേക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് വീടുകളിൽ ചർച്ചാ വിഷയമാകണം. കുട്ടികളുമായിട്ട് ഇത് ഇന്ററാക്ട് ചെയ്യണം, കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, ഇപ്പോൾ കേരളത്തിൽ ഒരു പുതിയ ഒരു പഠന റിപ്പോർട്ട് ഈ അടുത്ത് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ കാരണങ്ങളില്ലാത്ത ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നു. അതിൽ മുസ്ലിം കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് ഭയങ്കര അപകടകരമായ ഒരു നമ്പറാണ്.
എന്തുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊരു അന്വേഷണം നടത്തുമ്പോൾ നല്ല ഭർത്താവുണ്ട്, നല്ല മക്കളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല, എന്നിട്ട് ഇവർ ആത്മഹത്യ ചെയ്യുന്നു. അന്വേഷിച്ചു പോകുമ്പോൾ ഒരു കാരണവുമില്ല, ആർക്കും ഒരു കാരണം അറിയില്ല. അത്തരം മരണങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഏതോ ഒരു 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 ദുർബല നിമിഷത്തിൽ ഒരു ഫോട്ടോയോ വീഡിയോയോ ആർക്കൊക്കെ അയച്ചു കൊടുക്കുകയും അല്ലെ പണ്ടൊക്കെയോ അയച്ചു കൊടുത്ത ഫോട്ടോയുടെ വീഡിയോയുടെ പേരിൽ ചില വിലപേശലുകൾ നടത്തുകയും ചില വാർഗെയിനിങ് നടക്കുകയും ചില പിന്നെ എന്താ പറയാ ഭീഷണികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചില പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടുകൂടി ഈ ഭീഷണിപ്പെടുത്തിയ ആൾ അപ്രത്യക്ഷമാവും, ഇയാൾ മരിച്ചും പോകും. അപ്പൊ അതോടുകൂടി കാരണമില്ലാത്ത ആയി പോകുന്ന ഒരു അവസ്ഥ, ഒരു ആത്മഹത്യകൾ എണ്ണം കൂടി വരുന്നു എന്നൊരു പഠനം ഈ അടുത്തൊരു റിപ്പോർട്ട് ഏതൊരു ഒരു സെമിനാറിൽ വെച്ചിട്ട് ഒരാൾ പ്രസന്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിൽ നമുക്ക് ഒരു ശ്രദ്ധയുണ്ടാവണം. ഗെയിം അഡിക്ഷൻ ഞാൻ വല്ലാതെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, നമുക്കറിയാവുന്നതാണ്. ഗെയിം എന്ന് പറയുമ്പോൾ പണ്ടൊരു ഓൾ കേരള പബ്ജി ഗെയിമേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. പബ്ജി കളിക്കുന്ന ആളുകളുടെ സംഘടന. 38 ലക്ഷം എങ്ങാനായിരുന്നു കേരളത്തിൽ അതിലെ മെമ്പർഷിപ്പ്. അത് കുട്ടികൾ മാത്രമൊന്നും ആയിരുന്നില്ല, പ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗെയിം പിന്നെ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ പിന്നെ ഭക്ഷണം കഴിക്കാത്ത രീതിയിൽ കുളിച്ചു മാറ്റി ഡ്രസ്സൊന്നും മാറ്റാതെ ദിവസങ്ങളോളം റൂമിലിരുന്ന് ഗെയിം കളിക്കുന്ന രീതിയിലേക്കൊക്കെ മൂവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ചെറിയ പെട്ടെന്ന് മടുക്കുന്ന ചില ഗെയിമുകളുണ്ട്, അതൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ആണ്. ലുഡോ പോലെയുള്ള, ചെസ് ഒക്കെ പോലെയുള്ള ഇത്തരം ഗെയിമുകളൊക്കെ നമ്മളെ പിന്നെ ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് മടുക്കുന്ന ഒരു സംഭവമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടപെടണം. ചില കുട്ടികളിൽ അക്രമവാസന ഉണ്ടാക്കുകയും ഈ കൊടുമണ്ണിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു കൊലപാതകം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ഫയർ ഗെയിം ഇങ്ങനെ ആളുകളെ കൊന്നിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ മറ്റോ ഉണ്ടാക്കിയപ്പോൾ അവനെയും കൂടി അങ്ങ് കൊന്നു കളഞ്ഞു. ഈ ഗെയിമിന് ഒരു ഇമ്പാക്ട് അതിലുണ്ടായിരുന്നു എന്ന് അതിന്റെ കുറ്റപത്രത്തിലടക്കം രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് ആ രീതിയിലേക്ക് പോവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്കുണ്ട്. അവരെ എങ്ങനെ ശ്രദ്ധ മാറ്റിയിട്ട് ഇവർക്ക് വേറെ എന്തെങ്കിലും അസൈൻമെന്റുകൾ കൊടുക്കാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും ജോലി നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളെ വീടിന്റെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഗാർഡനിങ് ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മെല്ലെ നമുക്ക് അവരാ രീതിയിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ്സിനൊക്കെ വളർത്തുന്ന അങ്ങനെ എന്തെങ്കിലും ലവ് ബേർഡ്സിനൊക്കെ വളർത്തുന്നൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചു നേരം അതുമായിട്ട് ഇടപെടുമല്ലോ. ആ സമയമെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ചില സമയങ്ങൾ നമ്മൾ വീട്ടിൽ ഫിക്സ് ചെയ്യുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ചില ദിവസങ്ങൾ ഫിക്സ് ചെയ്യുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ചില ഇടങ്ങൾ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ടുള്ള ഒരു കൺട്രോൾ, ചെറിയ നിയന്ത്രണങ്ങളൊക്കെ നമ്മളെ കുട്ടികൾക്ക് വരും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ അടുത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പുറത്തുവിട്ട ചില രോഗങ്ങളുടെ പേരും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് ടെക്സ്റ്റ് നെക്ക് എന്നാണ്. ഈ കഴുത്തിന്റെ ഇവിടെ വരുന്ന ഒരു തേയ്മാനമാണ്. ഇനി ഒരു അടുത്തൊരു കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഇപ്പം ഷുഗർ, പ്രഷർ, BP എന്നൊക്കെ പറയുന്ന പോലെ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുന്ന രോഗമുള്ള കുട്ടികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നോമോഫോബിയ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. പിന്നെ ഇതൊരു ഫോണില്ലാത്തൊരു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇതിന്റെ ലക്ഷണമാണ്. പകുതിയിലധികം 50% ചാർജ് തീർന്നാൽ ഇത്തരം രോഗമുള്ള ആളുകൾ അസ്വസ്ഥരാകും. നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടോ നോക്കുക. 50% നിങ്ങൾ ഫോൺ ചാർജ് തീരുമ്പോൾ അസ്വസ്ഥരാകുന്നുണ്ടോ? ചില ആളുകൾ ചില യാത്രയൊക്കെ പോകുമ്പോൾ ചില ആളുകളെ കാണാം, ഒരു കയ്യിൽ പിന്നെ ചാർജർ, വേറൊരു കയ്യിൽ പവർ ബാങ്ക്, മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോർമർ പോണ പോലെ പോകുന്നത് കാണുന്ന ആളുകൾക്കൊക്കെ ഈ രോഗമാണ്. ഇവര് പിന്നെ ഫോണ് ബാത്റൂമിൽ അടക്കം കൊണ്ടുപോകുന്നതാണ് പറയുക. വേറൊരു രോഗത്തിന്റെ പേര് പറയുന്നത് ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രം എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ വിചാരിക്കുകയാണ് ഫോണിന്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കണം, അതുകൊണ്ട് തന്നെ ഫോണ് സൈലന്റ് ആക്കി ഒരു സൈഡിലൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് വന്നോ, കോള് വന്നോ എന്ന് വെറുതെ തോന്നുന്നതിനെയാണ് ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രം എന്ന് പറയുക. പിന്നെ ഒരു രോഗം ടെക്സ്റ്റിക്ലോ ആണ്. ഇതിനൊക്കെ ഒരു പിന്നെ എണ്ണമുണ്ടല്ലോ, ഒരു ഉപയോഗത്തിന് ഒരു കണക്കില്ലേ, അത് അതിൽ എക്സീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒരു തേയ്മാനമാണ്. ഗെയിം കളിക്കുന്ന ആളുകൾക്കും കൂടുതൽ സമയം സോഷ്യൽ മീഡിയ കളിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു രോഗത്തിന്റെ പേരാണ് ടെക്സ്റ്റിക്ലോ. പിന്നെ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്, കുട്ടികളുടെ കേസിൽ നമ്മൾ പേടിക്കേണ്ട ഒരു സാധനം സ്ലീപ്പ് ഡിസോർഡർ ആണ്. ഇപ്പം ടീച്ചേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ, ചില ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയും, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ രാവിലെ തന്നെ വന്ന് ഉറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികളുടെ ഉറക്കിനെ ബാധിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ട് ഈ ഫോൺ മാറിയിട്ടുണ്ട്. നമ്മളെ തന്നെ
ഉറക്കിനെ വല്ലാതെ മാറ്റിയിട്ടില്ലേ? നമ്മൾ ഈ ചെടക്ക് ഇങ്ങനെ പറയാറില്ലേ, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നതും കട്ടൻ കാപ്പി കുടിക്കണതൊക്കെ എന്തിനാ? ഉറക്കം ഒന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനല്ലേ? മൊബൈൽ ഫോണിന്റെ സ്ക്രീനിന്റെ ലൈറ്റ് കണ്ണിലടിച്ചാൽ അതിന്റെ 3 ഇരട്ടി നീണ്ടു പോകും അത്രേ. അതുകൊണ്ട് നമ്മൾ ഉറക്കുന്ന സമയം മാറുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് ചുരുങ്ങിയത് 2 മണിക്കൂർ മുന്നെങ്കിലും മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നോക്കുന്നത് നിർത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ സ്ലീപ്പിന്റെ ഓർഡർ മാറിയാൽ നമ്മൾ ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഇതിന്റെ ബാലൻസ് ഒക്കെ ചെയ്യേണ്ടത്. അതിന്റെ ബാലൻസ് തെറ്റും. ബാലൻസ് തെറ്റിയാൽ പെട്ടെന്ന് നരക്കാൻ തുടങ്ങും, ചുളിവുകൾ വരും, പെട്ടെന്ന് പ്രായമായ പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് പറയേണ്ടത് നല്ല ഭംഗിയിലൊക്കെ നിൽക്കണോ, രാത്രിയിലെ ഫോൺ ഉപയോഗം കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിന് പിന്നെ കുറെ രോഗങ്ങളുടെ പേര് പറയാനുണ്ട്. ഹൈജീനിക് ഇഷ്യൂ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വൃത്തിയില്ലാത്ത ഡിവൈസ് ഏതാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫോണാണ്. ഇത് അവിടെ വെക്കും, ഇവിടെ വെക്കും, പിന്നെ അയാൾ തൊടും, ഇയാൾ തൊടും. പറയപ്പെടുന്നത് ടോയ്ലറ്റ് സീറ്റിനേക്കാൾ ബാക്ടീരിയ ഉണ്ടാവുന്നതാണ്. ടോയ്ലറ്റ് സീറ്റ് എന്ന് പറയുന്ന ആ റൗണ്ടിലുള്ള സാധനം നമ്മൾ എവിടെയെങ്കിലും ബെഡിൽ കൊണ്ടുപോയി വെക്കാറുണ്ടോ? പക്ഷെ ഫോൺ കൊണ്ടുപോയി വെക്കാറുണ്ട്. അതിനേക്കാൾ ബാക്ടീരിയ ഉണ്ടാവും അത്ര ഇതിന്റെ മുകളിൽ. ആരെങ്കിലും ടോയ്ലറ്റ് സീറ്റ് പള്ളിയിൽ കൊണ്ടുപോകാറുണ്ടോ? നമ്മൾ മൊബൈൽ ഫോണിൽ കൊണ്ടുപോകാറില്ലേ? അപ്പൊ ഒരു വൃത്തിയില്ലാത്ത ഡിവൈസിന്റെ പേരും കൂടെയാണ് മൊബൈൽ ഫോൺ എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന്, രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഒന്ന്, നമ്മൾ കുട്ടികളെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബോധവൽക്കരണം നടത്തുക. ഇതിന്റെ അപകടങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ കുട്ടികളുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനെയൊക്കെ കവർ ചെയ്യുന്ന, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തന്ത്രങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. രണ്ടാമത്തത് ഡിജിറ്റൽ വെൽബിങ് ആൻഡ് പേരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെറ്റിംഗ്സിൽ. നമ്മളെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സിൽ പോയാൽ ഡിജിറ്റൽ വെൽബിങ് ആൻഡ് പേരന്റൽ കൺട്രോൾ എന്ന് കാണാം. ഐഫോണിൽ സ്ക്രീൻ ടൈം എന്ന് കാണാം. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിച്ച സമയവും അതിന്റെ മുകളിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ ഒരാഴ്ച ഉപയോഗിച്ച സമയവും ഏതാണ് കൂടുതൽ ഉപയോഗിച്ച ആപ്പ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് വേണമെങ്കിൽ നമുക്ക് സമയമൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അതിനെ പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഇതിനേക്കാൾ എക്സ്പേർട്ട് ആണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കുട്ടികളെ കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്തുക. ഇതൊക്കെ അറിയുന്ന, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രക്ഷിതാവായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതേപോലെ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേരളത്തിൽ സൈബർ സെല്ല് മേധാവിയായിരുന്ന സാറിന്റെ പേര് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി. അദ്ദേഹം എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, ഈസ് യുവർ ചൈൽഡ് സേഫ് എന്നാണ് ആ ബുക്കിന്റെ പേര്. ആ പുസ്തകത്തിന്റെ മലയാളം വേർഷൻ ഉണ്ട്, നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ, അങ്ങനെയാണ് അതിന്റെ ഹെഡിങ്. ആ പുസ്തകം അവൈലബിൾ ആണ്. ആ ബുക്കിന്റെ അവസാനത്തെ പേജിൽ എവിടെയോ സാറ് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാരഗ്രാഫാണ് അത്. അതാണ് എനിക്ക് ഈ പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കളോട് പറയാനുള്ളത്. വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ എനിക്ക് ഞാൻ കവർ ചെയ്ത് പോയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അവതരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയതാണ്. അപ്പൊ ആ പാരഗ്രാഫിൽ, സാറിന്റെ ബുക്കിലെ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: കടൽ തീരത്ത് ജീവിക്കുന്ന ഒരു കുട്ടി കടലിൽ പോകുമെന്ന് പേടിച്ചിട്ട് കടൽ തീരത്തിന് ചുറ്റും മതില് പണിയുന്ന രക്ഷിതാവ് ബുദ്ധിമാനല്ല, അയാൾ ഒരു വിഡ്ഢിയാണ്. അതേപോലെ സൈബർ ലോകം, സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ഒരു കടലാണ്. അപകടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ അതേപോലെ തന്നെ അവസരങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾ അങ്ങോട്ട് പോകുമെന്ന് പേടിച്ചിട്ട് ഇതിന് ചുറ്റും മതില് പണിയുന്നത് ബുദ്ധിയല്ല ഇനിയുള്ള കാലത്ത്. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവണം. കുട്ടികള് ഈ കടലിൽ നീന്താൻ പഠിക്കട്ടെ. കൃത്യമായ നിങ്ങളുടെ ഒരു ബോധവൽക്കരണത്തോടെ, കൃത്യമായ നിങ്ങളുടെ നിർദ്ദേശത്തോടെ, കൃത്യമായി നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഈ കുട്ടികൾ കടലിൽ നീന്തി തിമർത്തി രസിച്ച് ആവശ്യമായ വിഭവങ്ങളൊക്കെ അവിടുന്ന് പെറുക്കിയെടുത്ത് അപകടങ്ങൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അപകടത്തിലൊന്നും പെടാതെ ഇപ്പുറത്തൂടെ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് തിരിച്ച് സേഫായിട്ട് സുരക്ഷിതരായിട്ട് കയറി വരുന്ന മക്കളായിട്ട് നമ്മളെ മക്കൾ മാറണമെങ്കിൽ അങ്ങനെ വളർത്താൻ പറ്റുന്ന രക്ഷിതാക്കളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ മൊബൈൽ ഫോണുമായിട്ട് ചെയ്യാനുള്ളത് എന്ന് സാറ് അവിടെ പറഞ്ഞു വെക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
ഇങ്ങനെ വളരെ സേഫായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വിരാജിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളായി മാറാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും ഒരു ദുആ വസിയത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ ക്ലാസ് ഇൻഫോ സീരീസ് നമ്മുടെ 3ാമത്തെ സെഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടോപ്പിക്ക് കുട്ടികളുടെ മൊബൈൽ സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, പിന്നെ അതിലുള്ള എക്സ്പീരിയൻസുകൾ, അതുകൊണ്ടുള്ള ചതിക്കുഴികൾ എന്നീ കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചു വന്ന നമ്മുടെ ഷാഹിദ് അല്ലൈറ്റിൽ സർ, വെരി താങ്ക്സ് സർ ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ഫോർ ദിസ്. ആൻഡ് ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.